സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ വരെ മാത്സ് ഭയങ്കര എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്കത് ഡിഫിക്കൽട്ടായി തുടങ്ങി. അപ്പോൾ അത്രയും നാളും അവർക്ക് എളുപ്പമായിരുന്ന ഒരു സബ്ജക്റ്റ് സഡൻ ആയിട്ട് അവർക്ക് ഡിഫിക്കൽട്ട് ആവുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ചില കുട്ടികൾ ബൈ ബർത്ത് അവർക്ക് ചില സബ്ജക്റ്റിനോട് അല്ലെ പഠനം തന്നെ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. അത് ഡിഫക്ട്സ് ആണ്, ബൈ ബർത്ത് ഉണ്ടാകുന്നതാണ്. ചിലത് കോച്ചിങ്ങിലൂടെ ട്രെയിനിങ്ങിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും, ചിലത് നീഡ് ട്രീറ്റ്മെൻറ്റ്, ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കുട്ടി അങ്ങനെയാണ്, പക്ഷേ അവർക്ക് വേറെ കുറച്ച് സ്കിൽസ് ഉണ്ട്. വെരി ക്രിയേറ്റീവ്, പൊതുവെ അങ്ങനെയാണ്. ക്രിയേറ്റീവ് കുട്ടികൾ ഈ മാത്തമാറ്റിക്കൽ സ്കിൽസിൽ പുറകോട്ട് പോകും. കാരണം ബ്രെയിനിൻ്റെ രണ്ട് സൈഡില്ല, അതായത് ലെഫ്റ്റ് സൈഡ് ഇസ് ഫോർ ലോജിക്, റൈറ്റ് സൈഡ് ഇസ് ഫോർ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഈ ക്രിയേറ്റീവ് കുട്ടികളുടെ പൊതുവേ ലെഫ്റ്റ് സൈഡ് പൊതുവെ വീക്കായിരിക്കും. കാരണം അവർ ബ്രെയിനിൻ്റെ ഏത് സൈഡാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഡെവലപ്പ് ചെയ്യുക. കുട്ടി എന്താണോ മേലോട്ട് വരുന്നതനുസരിച്ച് എപ്പോഴെങ്കിലും ഒരു ട്രാക്കിൽ അവനെ ഓക്കെ അവനോട് പറയണം, എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നോളം വരെ മാത്സിൽ എങ്ങനെയും സ്കോർ ചെയ്യണം, ഒരു എബോവ് ആവറേജ് എങ്കിലും എത്തുക. എനിക്ക് താല്പര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് ഈ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനു വേണ്ടി എങ്കിലും അവനത് ആവശ്യമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്രഷർ ചെലുത്തിയല്ല, ഭീഷണിപ്പെടുത്തിയോ പ്രഷർ ചെലുത്തിയോ ഒരു കാര്യമില്ല. കാരണം അവൻ തൊട്ട് കാണിച്ചു തരും. Wing Buds, your complete online tutor.